സോഫ ബെഡ് ഇടാൻ നടക്കുമോ? ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വരാൻ എന്നെ കാണാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ദുബൈയിലെ ഡോക്ടറല്ല. ഈ മാസം കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കലണ്ടർ ഒറ്റയടിക്ക് ബുക്കായി. ഇവൻസിനൊക്കെ പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ക്ലയൻറ്റ് എല്ലാം ഷോർട്ട് ആയിട്ടുണ്ട്. ആക്ടൺ നമ്മളെ 90 days ഓണി പെടുന്നയാ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ടണിൽ. നമ്മള് ദുബായ് വരുമ്പോ 2-3 പ്രോപ്പർട്ടി സോഴ്സ് ചെയ്ത് കുറച്ച് ഫണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പം 290 സംതിങ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് 50% ഒക്യുപ്പൻസിയിൽ ബാലൻസ് എത്ര വരുന്നുണ്ട്? ലെറ്റ്സ് സീ ഇന്നാരൊക്കെ ഉണ്ടെന്ന്. നമ്മൾ അക്ഷയ ഒരു ഡീല് സോഴ്സ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ആ മറ്റേ ഓക്സ്ഫോർഡിലെ. അതെ അതെ, അടിപൊളി പ്രോപ്പർട്ടി അത്. ഓക്കെ ഓക്കെ, ക്യാമറ ഓൺ ചെയ്യോ? പോരട്ടെ, രണ്ടുപേരല്ലേ ഉള്ളൂ. ഇന്നെന്താ ആൾക്കാരും ഇല്ലാത്ത? സാറിന് ഇതിന് ഞാൻ ഈ ടൈം മാറ്റിയിട്ടാണോ? അതാ ഓക്സ്ഫോർഡിലെ പ്രോപ്പർട്ടി ഒരു രക്ഷയില്ല, കുറച്ച് വിശ്വസിക്കാൻ പാടാണ്. കാരണം ചില പ്രോപ്പർട്ടികൾ അങ്ങനെയാണ്, നമുക്ക് ഫിഗേഴ്സ് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 85% ആണ് കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് ഓക്യുപ്പൻസി. 85 ഹോളായിട്ട് എല്ലാ മാസവും 25 ദിവസം മിനിമം ബുക്കിംഗ്. എല്ലാ മാസത്തെയും പ്രോഫിറ്റ് 1770 പൗണ്ട് ആഫ്റ്റർ മാനേജ്മെന്റ്. അതുകൊണ്ടാണ് പുള്ളി നേരത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. ഞാനത് നമ്മൾ ബ്രോയിന് അറിയാമല്ലോ, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ നേരത്തെ നമുക്ക് എത്രമാത്രം ടെൻഷൻ കാണുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല ഒരാൾ എടുക്കുന്നത്. റിപ്പീറ്റഡ്ലി ഞാൻ ഇങ്ങനെ നോക്കി, കാരണം ഇത്രയും നമ്പേഴ്സ് വിശ്വസിക്കാൻ പാടാം നമുക്ക്. ഞാനിങ്ങനെ നോക്കി 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 അത് ഇത് എല്ലാം മൊത്തം ചോദിച്ച് പുള്ളി ഫുള്ള് എടുത്ത് കൊണ്ടുവന്ന് അവസാനം ഞാൻ പറഞ്ഞു, നോക്കി ഈ മാസം കൂടെ ബുക്കിംഗ് ഉണ്ടാകും നോക്കട്ടെ. 25 ദിവസം ബുക്കിംഗ് കിട്ടുന്നതെന്നല്ലേ പറഞ്ഞത്. ഈ മാസം കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കലണ്ടർ ഒറ്റയടിക്ക് ബുക്കായി. അങ്ങനെ പിന്നെ സോഴ്സ് ചെയ്തേ പറ്റൂന്നായി. അങ്ങനെ ധൈര്യമായിട്ട് നമ്മൾ കൊടുത്ത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പുള്ളി തന്നെ മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ പ്രോപ്പർട്ടി വന്നാൽ നല്ലതാണ്. ബ്രോ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം പറയുന്നില്ല, പക്ഷെ എന്നാലും ചില ഏരിയാസ് ഇപ്പം തന്നെ വീഡിയോയിലായതുകൊണ്ട് പറയണ്ട. നമ്മളെ ക്ലബിൽ അമീൻ്റെ പ്രോപ്പർട്ടി ഇല്ലേ, അത് ഞാൻ പോയായിരുന്നു. അത് സിറ്റി സെൻറ്ററിലെ അല്ല, ഒരുപാട് മാറിയിട്ടാണ്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും ഒരു കട പോലും ഇല്ല. എനിക്ക് ഊബർ പോലും ഡെലിവറി ഒന്നും ഓർഡർ ചെയ്താൽ പോലും കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒക്യുപ്പൻസിയോ ഓവർ 80 ഓവർ 90 ഭയങ്കര ഒക്യുപ്പൻസി റേറ്റാണ്. അത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, അടിപൊളി ഏരിയ, കാണാനും എല്ലാം അടിപൊളി. പക്ഷേ കടയൊന്നുമില്ല അടുത്ത്. എനിക്കറിയില്ല ആൾക്കാരവിടെ വന്ന് എന്താ ചെയ്യുന്നതെന്ന്, പക്ഷേ ഭയങ്കര ഒക്യുപ്പൻസി റേറ്റ്. അപ്പോൾ അങ്ങനെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാൻ ഡോറിൻ്റെ അടുത്ത് എന്തോ പറയാമുണ്ട്. മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പ് ഈസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്ത്, അത് അറ്റ് ദ മൊമെൻറ്റ് ഈസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്ത് പ്രോപ്പർട്ടി കിട്ടാനല്ലേ പാടെന്ന് പറഞ്ഞാൽ. ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എത്ര ടൈം എടുത്ത്? എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അതിലൊരു ഓവർ 100 പേര് ആവാൻ വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു 1 വീക്ക്. അടിപൊളി. അപ്പോൾ ഇപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ ക്വാളിഫൈഡ് ആണോ വീടുകളിൽ കയറാനായിട്ട്? അതായത് റെഫറൻസിങ് ഒക്കെ ഒരു പാസ്സാവുമോ? റെഫറൻസ് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം, ഓരോരുത്തരെ ഫിൽട്ടർ ചെയ്തിട്ട്. അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, നല്ല നല്ല പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ ആളെടുക്കാൻ എന്തായാലും റെഡിയാണ് അതിൽ. അത് മനസ്സിലായി. ഇപ്പൊ നമ്മള് ബ്രോനോട് ഞാൻ പറഞ്ഞില്ലേ, ആക്ടറിലെ ഒരു പ്രോപ്പർട്ടി അത് അമീനെ നോക്കി കഴിഞ്ഞ് DD ഓക്കെ ആണെന്ന് പറഞ്ഞു, ബ്രോക്ക് പാസ് ചെയ്ത് പറഞ്ഞിരുന്നു. ആക്ടണോ? ഞാൻ ഡബിൾ ചെക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ആക്ടണിലൊരു പ്രശ്നമുണ്ട് ബ്രോ. ആക്ടൺ നമ്മളെ 90 days ഓണി പെടുന്നയാ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ടണിൽ. അപ്പം നമുക്ക് അത് സോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. സോർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇൻവെസ്റ്ററിന് കൊടുക്കാൻ നേരത്തെ എന്താ പ്രശ്നം, നമ്മളായിട്ട് ചെയ്യുമ്പോൾ വലിയ റിസ്ക് ഇല്ല. ഇൻവെസ്റ്ററിന് കൊടുക്കാൻ നേരത്തെ ഇൻ കേസ് നമ്മൾ റീലിസ്റ്റ് ചെയ്യാൻ നേരത്തെ Airbnb ഇഫ് ദേ ടേക്ക് ഇറ്റ് ഡൗൺ ലിസ്റ്റിംഗ് ആ ഒരു, അപ്പം മിഡ് ടേം ലിറ്റായിട്ട് കൊടുത്താൽ റൺ ആവുമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഓപ്പൺ റണ്ണിൽ 3 months ബുക്കിംഗ് ഒക്കെ ആയിട്ട് എടുത്തല്ലേ, ആ രീതിയിൽ നോക്കിയാൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പോൾ കയ്യിൽ ലിങ്ക് ഇരിപ്പുണ്ടോ പ്രോപ്പർട്ടിയുടെ? പ്രോപ്പർട്ടിയുടെ ലിങ്ക് മീൻസ് എന്താണ് ബ്രോ ഉദ്ദേശിക്കുന്നത്? അത് അഡ്വർടൈസ് ചെയ്തേക്കുന്ന ലിങ്ക് കയ്യിലുണ്ടോ? എന്നാ ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നോ? നിങ്ങൾ എന്തായി ദുബായ് വരുന്നത്? എന്തായി ദുബായ് വരുന്ന? നമ്മള്
ടിക്കറ്റ് ഈ ഹഫീസ് ബ്രോ ഭയങ്കര ലാഗാണ്. പുള്ളി നാട്ടിൽ പോയിട്ട് റിപ്ലൈ തരാൻ ഭയങ്കര ലാഗാണ് പുള്ളി. അപ്പോ അതിന്റെ കുറച്ച് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇറർ ഉണ്ട് തന്നെ ഉള്ളൂ. നമ്മള് സ്റ്റിൽ എന്തായാലും നോക്കുന്നുണ്ട്, ആക്റ്റീവായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദുബായ് വരുമ്പോ 2-3 പ്രോപ്പർട്ടി സോഴ്സ് ചെയ്ത് കുറച്ച് ഫണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ ആക്റ്റീവിൽ ഇപ്പൊ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പൊ എനിക്കിപ്പോ ഒരു പ്രോപ്പർട്ടി കിട്ടി, അതാണ് ഇപ്പൊ ബ്രോ ഞങ്ങളെല്ലാ 3-4 പാട് അങ്ങനെ ഒപ്പം ചെയ്യാനുള്ള പ്ലാനാണ്. മനസ്സിലായി. ഇവിടെ വന്ന് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാൻ പരിപാടി ഉണ്ടോ? ഏത് അവിടെ വന്നിട്ട് ചെയ്യാണ്ട്. ഞാൻ ഫുള്ള് ബ്രോ പറഞ്ഞ ഫുള്ള് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് നോട്ടില്. ഞാൻ അതിനുള്ളൊരു PDF കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. നമ്മളെ ബൈജൂസ് ആപ്പ് ഒക്കെ അറിയാവോ? ബൈജൂസ് ആപ്പ് അറിയാം ബ്രോ. അതിന്റെ പുള്ളിക്കാരന്റെ വൈഫ് ഞാൻ 2 ദിവസം മുന്നേ പോയൊരു ഇവന്റിലുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഒരു ഫൗണ്ടേഴ്സിൻ്റെ ഒരു ഇവൻ്റായിരുന്നു. കുറച്ച് മലയാളീസൊക്കെ ഉള്ള, കൂടുതലും മലയാളീസും നോൺ മലയാളീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഇവൻ്റൊക്കെ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡാണ്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ യുനോ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഒരുപാട് കിട്ടും. നമുക്കൊന്ന് നോക്കി നോക്കാം. സൂപ്പർ ഏജൻ്റ് ആണോ അത്? അതെ അതെ, ഏജൻ്റാ. ഞാൻ സ്ക്രീൻ ഷെയർഡ് അല്ലല്ലോ. അവർക്ക് ഓഫർ അയച്ചിട്ടുണ്ട്. അവർക്ക് കുറച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഫർ കിട്ടിയിട്ടുണ്ട്. അപ്പോ അവര് അത് ചെക്ക് ചെയ്ത് എന്തായാലും പറയാന്നുള്ള രീതിക്ക് സംസാരിച്ച് ഓഫർ അവര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പോ കൺഫേം ആയില്ലായിരുന്നോ? അത് ബ്രോ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എല്ലാം വിട്ടു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇത് നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയാൽ മതി എന്നോട്. ഇനി ഇത് എടുക്കാൻ പറ്റുമോ ഇല്ലേന്ന് ലാൻഡ്ലോഡ് ഓക്കെ പറഞ്ഞിട്ടുണ്ടോ? ലാൻഡ്ലോഡ് സ്റ്റിൽ ഡിസൈഡിങ് ആണ്. അവർക്ക് മൾട്ടിപ്പിൾ ഓഫർ കിട്ടിയോണ്ടുള്ള ഒരു ഇതുണ്ട് തന്നെ ഉള്ളൂ. അവര് നാളൊക്കെ ആയിട്ട് കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മാക്സ് മറ്റന്നാൾ. ആ പ്രോപ്പർട്ടി ബ്രോ അത് ഞാൻ ചെക്ക് ചെയ്തപ്പോ അവര് BRR എന്തോ ചെയ്ത് അവര് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയില് താഴത്ത് 3 ബെഡ്റൂമും മുകളിൽ അവര് 2 ബെഡ്റൂം 2 ബാത്തും ആയിട്ടാണ് കൊടുക്കുന്നത് ഈ പ്രോപ്പർട്ടി. ലോഫ്റ്റ് കൺവേർട്ട് ഒക്കെ ചെയ്ത് പ്രോപ്പർട്ടിയുടെ വാല്യൂ നല്ല രീതിക്ക്. അത് ഒരു 5 ബെഡ്റൂം പ്രോപ്പർട്ടി അത് അങ്ങനെ അവര് ചെയ്തേക്കാന്ന് മനസ്സിലായി. 2 എൻട്രി ഉണ്ട്. 335A 335B അങ്ങനെയാണ് പോസ്റ്റ് കോഡ്. അപ്പോൾ ഇതിനകത്തുള്ള മുകളിലത്തെ ഫ്ലാറ്റ് ആണോ താഴത്തെ ആണോ നമ്മളത്? നമ്മളത് താഴത്തെ 3 ബെഡ്റൂം 2 ബാത്ത്. അവര് 2 യൂണിറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാനും റെഡിയാണ്. നമ്മള് ഇതാണ് കൂടി ഇതായിട്ട് തോന്നിയത്, അതിന്റെ റേറ്റും കാര്യങ്ങളും. ബ്രോക്ക് DD അയച്ചു തരണം, ഞാൻ പേഴ്സണൽ ആയിട്ട് അയച്ചിടാം. ഇന്ന് എത്രയാണ്? നവംബർ. എത്ര ബെഡ്റൂം ആയിരുന്നു? 3 ബെഡ്റൂം 2 ബാത്ത് പ്രോപ്പർട്ടി. ഞാൻ DD അയച്ചിട്ടുണ്ട്. എൻ്റെ പ്രോപ്പർട്ടി ഇവിടെ അല്ലായിരുന്നു. ഓക്കെ, ഇന്നത്രയായിരുന്നു ഡേറ്റ്? നവംബർ 3 അല്ലേ? അതെ അതെ.
മൂന്നാമത്തെ സിംഗിൾ ബെഡ്റൂം അല്ലായിരുന്നോ? ആ, ഒരു സിംഗിളും ഒരു ഓൺ സ്യൂട്ടും ഒരു ഡബിൾ ബെഡ്റൂം. വീടല്ലേ? അതെ അതെ, വീടാണ്. 2 ഫ്ലോറാണോ ജസ്റ്റ് താഴത്തെ മാത്രമായിരുന്നോ? അതെ അതെ, താഴത്തെ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. താഴെ തന്നെയാണ് ഫുൾ ആയിട്ട് വരുന്നത് ഈ എൻ്റെയർ ആയിട്ടുള്ള. ഓക്കെ. ബ്രോ ഇട്ട DD പാക്കിൽ ആവറേജ് നൈറ്റ്ലി പ്രൈസ് എത്രയായിരുന്നു? ആവറേജ് നൈറ്റ്ലി പ്രൈസ് ഞാൻ ചെക്ക് ചെയ്തപ്പോ അതില് ഒന്ന് 2 നൈറ്റ് 609 പൗണ്ട്, 3 ബെഡ്റൂം 2 ബാത്തിന് വരുന്നത്. അതല്ല ബ്രോ, ഈ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിക്ക് ബ്രോ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഇട്ട ആവറേജ് നൈറ്റ്ലി പ്രൈസ് എത്രയായിരുന്നു? ഓക്കെ, അത് ഞാൻ പറയാം ബ്രോ. 295. 295 അല്ലേ? ഇത് കണ്ട, ഇത് അതിനടുത്തുള്ളൊരു 4 ബെഡ്റൂം പ്രോപ്പർട്ടിയാണേ. അത് വിൻ്റർ ടൈമിൽ അവർ ചാർജ് ചെയ്യുന്നത് 273. പിന്നെ ഇതും ഒരു 4 ബെഡ്റൂം പ്രോപ്പർട്ടി. അതിപ്പം UK വിൻ്റർ ആണല്ലോ. വിൻ്ററിൽ അവർ ചാർജ് ചെയ്യുന്നത്, ഹായ് സഹൽ എത്തിയല്ലോ. ഹായ് സഹൽ. വാലേക്കും സ്ലാം. 394. നിങ്ങളെ പാർട്ട്ണർ തന്നെയാണ് കൂടെ ഉള്ളത്? വെളിപ്പെടുത്തുക പ്ലീസ്. അതെ, മിഥിലാജ്. പ്രോപ്പർട്ടി ഓക്കെ. ഇത് മിഥിലാജ് ഇട്ട് 295 അല്ലായിരുന്നോ? അതെ അതെ, 251. ഇത് നമുക്ക് 2 കൂടെ നോക്കാം. ഇവിടെ നിന്ന് ഇത് ഇത്തിരി മാറിയിട്ട 2 ബെഡ്റൂം 2 ബാത്റൂം 295. 3 ബെഡ്റൂം. നമുക്കിനി എന്തൊക്കെ വർക്ക് ഉണ്ട് പ്രോപ്പർട്ടിക്ക് അത് ചെയ്യാനായിട്ട്? പ്രോപ്പർട്ടി ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതില് പിന്നെ സിംഗിൾ ബെഡ്റൂമിലും ബെഡും മാട്രസും വരുന്നുണ്ട്. ഒരു ഡബിൾ ബെഡ്റൂമില് ഒരു ബെഡും മാട്രസും വരണം. പിന്നെ സ്റ്റേജിങ്ങും ചെയ്യണം. പ്രോപ്പർട്ടി ഓൾറെഡി നല്ല കണ്ടീഷനാണ്. വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എത്ര കോസ്റ്റ് വരുമായിരിക്കും? ഞാൻ ഡീറ്റെയിൽ ഇട്ടിട്ടുള്ളത് അമീൻ ബ്രോ പറഞ്ഞത്, ഞാൻ അയച്ച അധികമുള്ള കമ്പയറബിൾസും നല്ല രീതിക്ക് സ്റ്റേജ് ചെയ്ത് വേറെ യുണീക്ക് സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാം പാടെ ചെയ്തത് ഒരു 5000 ഇട്ടിട്ടുണ്ട്. ഫർണിഷിംഗ് സ്റ്റേജിങ്ങും പാടെ. അത് മതിയോ? അത് മതിയാവും കരുതുന്നു. ബ്രോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് ഓക്കെ ആണോന്ന്. പിന്നെ നമുക്ക് വിന്ററിലാകുമ്പോ ഇത് നമുക്ക് സാധാ മാനേജ്മെന്റിന് കൊടുക്കാനും പറ്റില്ലേ? വിന്ററിലാകുമ്പം നോർമൽ ലെറ്റോ മിഡ് ടേം ലെറ്റോ? മിഡ് ടേം ലെറ്റും ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അബിഡത്ത് ഗ്രൂപ്പ് ഇല്ല, അപ്പൊ അതിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ലേ? ഇൻ കേസ് നമുക്ക് ഫിൽ ഔട്ട് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഇടയ്ക്ക് വല്ല ഒരു ബുക്കിംഗ് ആയിട്ട് കയറി വന്നാൽ മെനക്കേടാവും. മനസ്സിലായി. അത് കുഴപ്പമില്ല. 2 ബാത്റൂം ഇല്ലേ നമുക്ക്? 2 ബാത്റൂം ഉണ്ട്.
ഇവരുടെ കണ്ടോ 3 ബെഡ്റൂം പ്രോപ്പർട്ടി 2 ബാത്റൂം. ഇതൊരു ഹോമാണ്. ഇവർക്ക് ആവറേജ് നൈറ്റ്ലി പ്രൈസ് 245 ആണ്. ഓക്കെ ഓക്കെ 246. പക്ഷേ 100% ഒക്യുപ്പൻസി. അപ്പോൾ നമ്മൾ അത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 290 സംതിങ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് 50% ഒക്യുപ്പൻസിയിൽ ബാലൻസ് എത്ര വരുന്നുണ്ട്? ബാലൻസ് ഞാൻ DD ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് മന്ത്ലി പ്രോഫിറ്റ് 50 പൗണ്ട്. അതായത് ബിൽസ് എല്ലാം കഴിഞ്ഞ്. ബിൽസ് എത്ര വരുന്നുണ്ട്? ബിൽസ് ഞാൻ ഇട്ടത് മാനേജ്മെന്റ് 10% ഇട്ടിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കും ഗ്യാസും വാട്ടറും 200, കൗൺസിൽ ടാക്സ് 136, വൈഫൈ 35 ഒക്കെ കൂടെ നമുക്ക് വരുന്നത്. അതായത് ഇതിന്റെ റെന്റ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. റെന്റ് കൂടുതലാണോ? റെന്റ് അല്ല, ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയില്ല, ഞാൻ ജസ്റ്റ് ഗസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം. ബ്രോ ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോ റേറ്റ് അതേ റേറ്റാ വരുന്നത്. ആണോ? 900. അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്തു. എന്നാ കുഴപ്പമില്ല. റേറ്റ് എത്ര വരുന്നത് ഞാൻ കുറക്കാൻ നോക്കി. ഞാൻ പിന്നെ മറ്റേ നമ്മള് അങ്ങനെ ചോദിക്കൂലേ, ഒരു റെന്റ് നിങ്ങൾ കുറച്ച് തരുമോ, നമുക്ക് മാനേജ്മെന്റ് നിങ്ങൾ എത്രയാണ് എടുക്കണത്, ഈ 2900ന്റെ മാനേജ്മെന്റ് ഫീ നിങ്ങൾക്ക് എത്ര കുറയുന്നു, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരാന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങള് സാധാ പ്രോപ്പർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ടെനൻസിനെ കാണിച്ചു കൊടുക്കുന്ന പാർട്ട് മാത്രവും നമുക്ക് നിന്റെ രീതിക്ക് അവര് പറഞ്ഞു. മാത്രമായിട്ടുള്ള അവര് എടുക്കുന്ന രീതിക്ക്. ഇത് ഡീസന്റ് ആണ് റെന്റ്, കുഴപ്പമില്ല. മാർക്കറ്റ് വാല്യൂ തന്നെയാണ് ചോദിച്ചേക്കുന്നവര്. ഇത് കണ്ടോ, ഇതൊക്കെ മിഡ് ടേം ലെറ്റ്. ഇത് കണ്ടോ 3 ബെഡ് 2 ബാത്ത് 2995 ഇട്ടേക്കുന്നുണ്ടോ? 2995 അല്ല, ഇത് മിഡ് ടേം ലെറ്റ് അല്ല, ഇതാണ് മിഡ് ടേം ലെറ്റ്. ഇത് കണ്ടോ 4750. ഒരു ഫുൾ മിഡ് ടേം ലെറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. കിച്ചണൊക്കെ നല്ല കണ്ടീഷനാ, ഒന്നും ചെയ്യാനില്ല. 2 ഓവനും കാര്യങ്ങളും നല്ല പുതിയ കിച്ചണാ. പിന്നെ ഹോള് ഇൻക്ലൂഡഡ് ആണ്, അറ്റാച്ച് ഇതായിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. ടിവിയും കാര്യങ്ങളും എല്ലാതും അവിടെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. സ്റ്റേഷനിക്ക് കുറച്ചുകൂടെ നടക്കാനുള്ളത് നമുക്ക്, ഒരു ബിലോ 10 മിനിറ്റ്സ്. പ്രോപ്പർട്ടി 2 വേണമെങ്കിൽ നമുക്ക് കിട്ടും. 3 ബെഡ് 2 ബാത്തും കിട്ടും, 2 ബെഡ് 2 ബാത്തും കിട്ടും. ഇതുണ്ട്, ഇതെൻ്റെ കമ്പയറബിളാ. 3 ബെഡ് 2 ബാത്ത്, മൂന്നാമത്തെ സിംഗിൾ ബെഡ്റൂം വേണ്ടാന്ന് തോന്നുന്നു. 5 ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്ന ഇട്ടേക്കുന്നത്. ഇവർക്ക് ആവറേജ് 175, പക്ഷേ 80% ഒക്യുപ്പൻസി. ഇതിന് ഇത്തിരി കുറവാണ്. ബ്രോ ഞാൻ DD-യിൽ അയച്ചിട്ടുണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ്, അതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല ബ്രോ, ഞാനിത് ജസ്റ്റ് ലൈവായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കുന്ന, ഞാൻ മാപ്പ് എടുത്തിട്ടെ ജസ്റ്റ് ചുറ്റളവിനുള്ളതേ. അതാകുമ്പോഴത്തേക്ക് മറ്റേ ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചായിരുന്നോ? എന്ത് ഹോട്ടലില് ബ്രോ? ഈ ഹോട്ടലുണ്ടോ? ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ടെ ഒരു 4 ബെഡ്റൂം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു നോക്ക്. ജസ്റ്റ് നാളത്തേക്ക്, ഒരു 5 ദിവസത്തേക്ക്. ഇതും ഈ ഹോട്ടലും ഹോളിഡേ ഇൻ ഉണ്ട്. പിന്നെ ഈ പാർക്ക് പ്ലാസ, അത് മതി. അവിടെ രണ്ടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. ഈ ഇത് വിളിക്കണ്ട, ഇതൊന്നും കൂടെ മാറിയിട്ടാണ്. ഹോളിഡേ ഇന്നും പാർക്ക് പ്ലാസയും ചോദിച്ചു നോക്ക്. അതേ കണക്ക് പോസ്റ്റ് കോഡ് എന്തായിരുന്നു? W3 ആണോ? W3 ആ മതി, കുഴപ്പമില്ല. BX.
ലിസ്റ്റിംഗ് സൂപ്ലൈയിൽ നിന്ന് തന്നെയാണോ കിട്ടിയത്? അതെ അതെ, സൂപ്ലൈന്ന് കിട്ടിയ ബ്രോ. ഈലിംഗ് അറിയാം ലൊക്കേഷൻ? ഈലിംഗ് അറിയാലോ. ഈലിംഗ് എല്ലാം അടിപൊളി ലൊക്കേഷനാണ്. നല്ല രീതിയിൽ എയർബിഎൻബിക്ക് പറ്റിയ ലൊക്കേഷൻ അല്ലേ? അതെ അതെ. ആക്ച്വലി ബ്രോ ഏതെങ്കിലും പ്രോപ്പർട്ടി നോക്കിയിട്ടുണ്ടോ നേരത്തെ? എന്താണ് ഇപ്പോ ഉദ്ദേശിച്ചത്? ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ആക്ടണിൽ എന്തെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആക്ടൺ എന്ത് പറ്റി നോക്കിയത്? ആക്ടണ് എനിക്ക് വ്യൂയിങ് കിട്ടി, ഞാൻ അങ്ങനെ പോയതാണ് സത്യം പറഞ്ഞ. വെസ്ലി ബ്രോ നോക്ക് മാനേജ്മെന്റ് ചെയ്യേണ്ട യൂബിലെറ്റ്സിന്റെ കീഴിൽ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് പ്രോപ്പർട്ടീസ് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഞാൻ നോക്കി കമ്പാരബിൾസ് നോക്കുമ്പോ ചില 2-3-4 പ്രോപ്പർട്ടീസ് നല്ല രീതിക്ക് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോ ഞാന് പ്രൈസ് ഇട്ട് നോക്കുമ്പോഴും കുഴപ്പമില്ല, നല്ല പ്രൈസാണ്. അപ്പൊ അമീൻ ബ്രോ എന്നോട് പറഞ്ഞത് അവര് നല്ല രീതിക്ക് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ അവരായിരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ, അപ്പൊ അവരെ അങ്ങനത്തെ രീതിക്ക് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആക്ടറിന് നോക്കി. പ്രോപ്പർട്ടി കണ്ടപ്പോ നല്ല പുതിയ റീഫർബ് ചെയ്തിട്ടുള്ള വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിക്ക് സ്റ്റേജ് ചെയ്താൽ മതി തന്നെ ഉള്ളൂ. ജസ്റ്റ് ബ്രോക്ക് വിട്ടത് DD. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. എനിക്ക് തോന്നുന്നൊരു 275 കിട്ടണം. എന്നാലും 2820 ആണ് ഓഫർ ഇട്ടിട്ടുള്ളത്. ഞാൻ കുറച്ചിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. മറ്റേ ഇതിന് മേലെയുള്ളത് വാടകയ്ക്ക് പോയിട്ടില്ലല്ലോ? ഇല്ല, അത് പോയിട്ടില്ല. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഷോർട്ട് ടേം ലെറ്റാ ചെയ്യുന്നതെന്ന്? നമ്മൾ ഷോർട്ട് ടേം ലെറ്റാണ് ചെയ്യാൻ വേദിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ലെറ്റ് അക്സെപ്റ്റ് ആക്കുന്നേ. കാരണം കമ്പനി ലെറ്റ് ആണെങ്കിലും നമ്മൾ ഷോർട്ട് ടേം ലെറ്റ് ആണോ അതോ ജസ്റ്റ് റെൻ്റ് ഔട്ട് ചെയ്യാനാണോ എന്ന് ഉള്ളത് ക്ലാരിറ്റി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെയ്സനെറ്റ് പോലെയാണല്ലോ, കാരണം മുകളിൽ വേറെ താമസക്കാർ കാണും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിക്കൂടാ നമ്മൾ താഴെ ഷോർട്ട് ടേം ലെറ്റ് റൺ ചെയ്യാൻ നേരത്തെ അവർ കംപ്ലൈൻറ്റ്. ഇത് കോമൺ എൻട്രൻസ് ആണോ? അല്ലല്ല, ഇത് കോമൺ എൻട്രൻസ് അല്ല, സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ഇതിന്, ഈ പ്രോപ്പർട്ടിക്ക്. അതായത് ബ്രോ ഈ പ്രോപ്പർട്ടി അതായത് ഒരു സ്ട്രീറ്റിന്റെ ഒരു എന്ത് പറയാ നമ്മുടെ ഒരു 2 പാത്ത് പോണ ഒരു സൈഡിലാണ്. അതായത് ഫ്രണ്ടിലും മെയിൻ ഡോറും മറ്റേതിന് വരുന്നുണ്ട്, ബാക്കിൽ ഈ സൈഡിലായിട്ട് റോഡിന്റെ ഈ സൈഡായിട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിക്കും വരുന്നു. മനസ്സിലായി. അങ്ങനെയാണ് ഡോർ വരുന്നത്. ഓക്കെ.
ഇതിപ്പോൾ എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്തത് ഒരു സോഫ ബെഡ് ഇടാൻ നടക്കുമോ? നടക്കാൻ പക്ഷേ വലിപ്പം ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. കാരണം ഇത് കിച്ചൺ ഇവിടെയാ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത് സോഫയുടെ ഫ്രണ്ടിൽ. ഓക്കെ. അപ്പോൾ സോഫ ബെഡ് ഇടാൻ സാധ്യത കുറവാണ്. സോ ഐ എം അസ്യൂമിങ് നമുക്ക് 5 ആൾക്കാരെ കിടത്താൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു 275 കിട്ടണം. ഓക്കെ. 275 വെച്ചൊരു 80% കിട്ടുമായിരിക്കും അവിടെ. ഓൺ ആവറേജ് കിട്ടണം. നമ്മൾ 275 ആക്കി കഴിഞ്ഞാൽ, അല്ല 265-നല്ലായിരുന്നോ മറ്റേ പ്രോപ്പർട്ടിക്ക്? അല്ല, അത് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ഒക്യുപ്പൻസി നമ്മൾ എയർ ഡി എൻ എ കണ്ടത്? കുഴപ്പമില്ല, 265. അതെ 265. നമുക്കൊരു കാര്യം ചെയ്യാം, 275 ഇട്ടാൽ ഐ തിങ്ക് വി ക്യാൻ എക്സ്പെക്റ്റ് ഒരു 75 ഒക്യുപ്പൻസി. ഓക്കെ. സോറി, 75 എന്ന് പറയുമ്പോൾ എത്രയാണ്? 23 നൈറ്റ്സ് അല്ലേ? 23 ആണോ? 22 കൊടുക്കട്ടെ. വേഴ്സ്റ്റ് കേസ് ടൈംസ് 275 6050 മൈനസ് 907 6050 മൈനസ് 907. നമ്മൾ എയർ ബി എൻ ബിയുടെ കമ്മീഷൻ കുറച്ചു. പിന്നെ മാനേജ്മെൻറ്റ് ഫീസ് എത്രയായിരുന്നു? 10%. 605 മൈനസ് ബിൽസ് എത്രയായിരുന്നു? ബിൽസ് എല്ലാം കൂടെ കൗൺസിൽ ടാക്സ് 140 എത്രയുള്ളൂ? ഉറപ്പാണോ? അത് ഞാൻ ചെക്ക് ചെയ്തപ്പോ അങ്ങനെ വരുന്നത് ബ്രോ. പിന്നെ ഷെഫീഖ് ബ്രോ പറഞ്ഞായിരുന്നു അത് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മനസ്സിലായി. അപ്പോ അത് ഞാൻ വേഴ്സ്റ്റ് കേസ് എന്നാലും ഇത് ഇട്ടിട്ടുണ്ട് ഈ ഫിഗർ. നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് കൂടി. അത് ബിൽസ് കൗൺസിൽ ടാക്സ് 140 മൈനസ് ഇലക്ട്രിസിറ്റി അല്ല വൈഫൈ, ഇത് റെൻറ്റ് 2900 അല്ലേ? 1218. നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാൻ നോക്കാം. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 275 വെച്ചിട്ടാൽ ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് DD-യിൽ കുറച്ച് പ്രോപ്പർട്ടീസ് അത് ചെക്ക് ചെയ്തിട്ട് അവർക്ക് എന്താണ് ഇത്ര ബുക്കിങ്സ് കിട്ടുന്നതെന്നൊന്ന് ബ്രോ നോക്കാവോ? അതാകുമ്പോ ഒന്നുകൂടി കോൺഫിഡന്റ് ആണ് എനിക്ക്. ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് DD വിട്ടിട്ടുണ്ട് അതില്. DD അതെ. അവരുടെ സ്റ്റേജിങ് ഒക്കെ വേറെ ലെവലാ. എന്താ ലിങ്കിലേക്ക് പോവില്ലേ? അയ്യോ, ലിങ്കിൽ പോകുന്നില്ലേ? ഇത് കമ്പയറബിൾ അല്ല ബ്രോ, അത് വേറെ സ്ഥലമാണ്. സോറി. അത് സ്ഥലം മാറിയിട്ടാ അത്. ഓക്കെ, വേറുള്ളത് അതെൻ്റെ അടുത്ത്. ഇത് പിന്നെയും ഓക്കെയാണ്. അവിടെ തന്നെയല്ലേ നമ്മളെ പ്രോപ്പർട്ടി ഇവിടെയാണ് വരുന്നത്, ഈ ഭാഗത്താ. ഇത് കണ്ടോ?
ഉണ്ടോ ഈ ലിങ്കിൽ നിന്ന് നേരെ വന്നിട്ട് ഈ ഭാഗത്തായിരുന്ന ഓക്കെ ഓക്കെ മനസ്സിലായി. ആണ്ട് എവിടെയാ ഉണ്ടോ? ഉം. അപ്പം ഇത് തോന്നിട്ട് മാറിയിട്ടാണിത്. എന്താണ് ഡേറ്റ് ഇടാതെ കാണിക്കത്തില്ലേ? ബുക്കിംഗ് ഉണ്ട്, പക്ഷെ മാറിയിട്ടായതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നാലും നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. വേറെ നോക്കാം. എന്താ റിമൂവ് ചെയ്താൽ ഒരു പ്രോപ്പർട്ടി അത് റിമൂവ് ചെയ്തവര് 3 ഇത് 4 ബെഡ്റൂമാ അല്ലേ? അതെ. ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേക്കാണല്ലോ. 4 ബെഡ്റൂമുണ്ട്. 4 ബെഡ്റൂം പ്രോപ്പർട്ടി 498 പെർ നൈറ്റ്. കലണ്ടറൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇതും കൂടെ നോക്കാം. ഇതും 4 ബെഡ്റൂം ആണല്ലോ. അതെ അതെ. പിന്നെ 2 4 ബെഡ്റൂമും പിന്നെ ബാക്കി 3 കമ്പയറബിൾസ് 3 ബെഡ്റൂം എടുത്ത്. ഇതും നമ്മളെ പ്രോപ്പർട്ടി ഇവിടെയല്ല, കുഴപ്പമില്ല. ലെറ്റ്സ് സീ. ഇതും ബുക്കിംഗ് ഉണ്ട്. ഒരു 4 ബെഡ്റൂം അല്ലേ ഈ പ്രോപ്പർട്ടി? ആ ശരിയാ. ഇവരെത്രയാണ് ചാർജ് ചെയ്യുന്നത്? 372. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ 1 to നമുക്കൊരു 1000 കൂട്ടാം. സോ ഇനിഷ്യൽ റെൻറ്റ് 4000. ഡെപ്പോസിറ്റ് ഉണ്ടോ? ഡെപ്പോസിറ്റ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ ക്യാൻസലാക്കാൻ? ഡെപ്പോസിറ്റ് ചോദിക്കേണ്ടി വരും. നമുക്ക് ഫേർണിച്ചർ ഇട്ട് നമ്മൾ എന്ത് കണ്ടീഷനാണ് പ്രോപ്പർട്ടി ആക്കാൻ പോകുന്നതെന്ന് നമുക്ക് ബ്രോ നേരത്തെ ചെയ്ത ബ്രോൻ്റെ ഹഫീസിൻ്റെയോ നിങ്ങളെ പാർട്ട്നേഴ്സിൻ്റെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കും, നമ്മൾ എന്ത് രീതിയിലാണ് ആക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ നമ്മൾ അത്രയും കാശ് ആ പ്രോപ്പർട്ടിയിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടെങ്കിലും ഈ ഒരു ഡെപ്പോസിറ്റ്, കാരണം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എന്തെങ്കിലും ഡാമേജ് വരുത്തുവാണെങ്കിൽ അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കാതിരിക്കുവാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കമ്പനിയിലെ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് റെൻറ്റ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് പ്രോപ്പർട്ടി തിരിച്ചെടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നോർമൽ AST അല്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ഡാമേജ് ആക്കേണ്ട കാര്യമില്ല, നമ്മൾ അത്രയും കണ്ടീഷൻ ആക്കിയാൽ മാത്രമേ നമുക്ക് ബുക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചോദിച്ചു നോക്കി നോക്കി. ഇപ്പം എത്രയാണ് അവർ പറഞ്ഞു? 4900 തന്നെയാണോ? അല്ല, 3900 ആണ് റെന്റ്. ഓ ശരിയാണല്ലോ, 3900. 3000 ഓഫർ ഇട്ടിട്ടുള്ളത് ഈ സെയിം റെന്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. സെയിം റെന്റോ? സെയിം റെന്റ്. അപ്പോൾ 3820 എന്തോ ബ്രോ പറഞ്ഞോ? 3820 ആണ് ഞാൻ റെന്റും ഡെപ്പും പറഞ്ഞിട്ടുള്ളത് സെയിം ആയിട്ട്. 39 ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്, പക്ഷെ 38 കുഴപ്പമില്ല, വലിയ വ്യത്യാസമല്ലല്ലോ. റെന്റ് ഡെപ്പോസിറ്റ് നമുക്ക് ഇതെത്രയായിരുന്നു? വേറെന്ത് കോസ്റ്റ് വരുന്നുണ്ട് ആദ്യം? നിങ്ങൾ സോഴ്സിംഗ് ഫീ എത്രയാ? 3000 ആണോ? 3000. ഇതെത്രയാ? ബാക്കി ഫേർണിച്ചറും സ്റ്റേജിങ്ങും ഒക്കെ കൂടെ 5000. ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 15,800 അല്ലേ? നമുക്ക് മന്ത്ലി 1200 അല്ലേ? ഒരു 1000 കൂട്ടിക്കോ. 1218 പ്രോഫിറ്റ് കാണിച്ചത് 80% ഒക്യുപ്പൻസിയിൽ അല്ലേ? 80 ആണോ? ഞാൻ 75% അല്ലേ ഞാൻ ചെയ്തത്? 75%. ഞാൻ 29 ആണ് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കൺഫേം ആക്കട്ടെ.
39 അല്ല 29 ആണ് തോന്നുന്നു. അതാ ഇവിടെ കിടപ്പുണ്ട് ഇതാണ്ടാ. 29 ഇടാ. ആ ബ്രോ ഞാൻ ആകെ ടെൻഷനായി പെട്ടെന്ന് കണ്ടപ്പോ. ഞാനും കൂടെ ഡൗട്ടായല്ലോ. ഓക്കെ, ഇത്ര വരുന്നില്ല നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്. 2900 times 2 plus 5 plus 3 അല്ലേ? അതെ അതെ 13,800. അപ്പോൾ മന്ത്ലി നമുക്കൊരു 1218 വന്നത്. എനിക്ക് തോന്നുന്നൊരു ഒക്യുപ്പൻസി നമുക്കൊരു 75 ആയിരിക്കും കിട്ടുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാം നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസ് ആയിരുന്നു. അപ്പം നമുക്ക് 1000 കിട്ടുന്ന രീതിയിൽ കൂട്ടി നോക്കാം. 1000 വേണ്ട, ഒരു 900 കിട്ടുവാണെങ്കിൽ 15 മാസം, ഒരു വർഷവും വിച്ചസ് എത്രയാണ്? ഒരു വർഷം 3 മാസവും. 3 മാസം. അപ്പോൾ 13,800 അല്ലേ? ഇപ്പോൾ 900 വെച്ച് കിട്ടിയാൽ ROI നോക്കുന്നത് 900 ടൈംസ് 12 900 ടൈംസ് 12 ഡിവൈഡഡ് ബൈ 13,800 ടൈംസ് 100, 78% ROI അല്ലേ? 78%. ഓക്കെ, ഞാനെന്നാൽ ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ എയർബിഎൻബിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ലിസ്റ്റിംഗ്. അത് നമുക്ക് റീലിസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓൾസോ മിഡ് ടേം ലെറ്റ് ആയിട്ടും റൺ ചെയ്യാൻ നോക്കാം. എനിക്ക് മിഥുലാജ് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ലാൻഡ് ലോഡ് ഒബ്വിയസ്ലി കൺഫേം ആക്കി പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 2, ഞാൻ പറഞ്ഞ 2 ഹോട്ടലില്ലേ, ആ പാർക്ക് പ്ലാസയും ഏതായിരുന്നു ഹോളിഡേയോ, അവിടെ 2 ഒന്ന് കോൾ ചെയ്തിട്ട്, അതെ അവിടെ 2 കോൾ ചെയ്ത് ഒരു 4 ബെഡ്റൂം നാളെ തൊട്ട് ഒരു 5 ദിവസത്തേക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം. എന്നിട്ട് സീ ഹൗ ദി ഡിമാൻഡ് ഇസ്. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഫൈൻ. നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് നോക്കാം. ഹലോ അൻസൽ, എവിടെയാണ്? ട്രെയിനാണോ? മുടി വെട്ടിയോ? ഒന്നും കൂടെ പ്രായം കുറഞ്ഞല്ലോ. പ്രായം ഒന്നും കൂടെ കുറഞ്ഞല്ലോ ഒന്ന് മുടി വെട്ടിയപ്പം. ഇവിടെ ഡ്യൂ ഡിലിജൻസ് ആൻഡ് യൂട്യൂബ് റെക്കോർഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഐ ബിലീവ് ദിസ് ഷുഡ് ബി ഓക്കെ. പിന്നെ ഈസ്റ്റ് ലണ്ടന് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ബ്രോ എന്താ പറഞ്ഞു? അത് ഈസ്റ്റ് ലണ്ടനിൽ ചെയ്ത അതേ കാര്യം വൈ നോട്ട് കം ആൻഡ് ഡു ഇൻ വെസ്റ്റ് ലണ്ടൻ? കാരണം നമ്മളുടെ അടുത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. മനസ്സിലായോ? അപ്പം അത് യു ക്യാൻ ഈസിലി, ഇപ്പം ടെനൻസ് ഉണ്ട് പ്രോപ്പർട്ടി ഇല്ല എന്നല്ലേ, ആ പ്രശ്നം മാറി കിട്ടും. നമ്മളുടെ അടുത്ത് ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 8-10 പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. അപ്പം ആ സെയിം കാര്യം വന്ന് ചെയ്യുവാണെങ്കിൽ എളുപ്പം ഫില്ലപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഓൾസോ ഇഫ് വി തിങ്ക് ബ്രോ നല്ല പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് ടെനൻസ് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഗിവ് അനദർ 1 ബിഗ് ഓപ്പർച്യൂണിറ്റി. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ സൈഡ് ബേസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തുടങ്ങിക്കോ. ഞാൻ ആ സൈഡ് ബേസ് ചെയ്ത് ഞാൻ ഗ്രൂപ്പ് നടത്താം. സ്റ്റിൽ എന്റെ ഗ്രൂപ്പിലും ഞാൻ അഭിനോട് പറഞ്ഞിട്ട് അത് സോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്ക് 2 പ്രോപ്പർട്ടീസ് എന്തോ വിട്ടു തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് മാർക്കറ്റ് ചെയ്ത് നോക്കട്ടെ. ആരായിരുന്നു? അബി ഏത് സൈഡ്? വെസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്തോ? വെസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്ത് പുള്ളി 2 പ്രോപ്പർട്ടി എനിക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഞാൻ പുള്ളിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രോപ്പർട്ടി ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അതിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ടെനൻസ് ഉണ്ടോ നോക്കി വെക്കാം. പിന്നെ അപ്പൊ പുള്ളി പറഞ്ഞത് നമുക്ക് റെഫറൻസിങ് ചെയ്യേണ്ടി വരും. അത് ഞാൻ ബ്രോക്ക് ഞാൻ വിട്ട് തരാം. കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ്. അപ്പൊ അതില് അവര് പാസ്സാക്കാണെങ്കിൽ നമുക്ക് കയറ്റാന്നുള്ള രീതിക്കാ പറഞ്ഞു. അപ്പൊ ഞാൻ വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്ത് നോക്കി വെക്കാം, പ്രോപ്പർട്ടി ഗ്രൂപ്പിലിട്ട് നോക്കി വെക്കാം. പക്ഷെ ഇപ്പൊ ഉള്ള ആൾക്കാർ കൂടുതലും ഈസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്തല്ലേ നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഈസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെനൻസിനെ കിട്ടിയത് ഇപ്പൊ ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ അതില് മാർക്കറ്റ് ചെയ്ത് അതിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കയറിയത്. ഓക്കെ. അപ്പോൾ അത് അതേ കണക്ക് വെസ്റ്റ് ലണ്ടൻ ബേസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ മച്ച് ഈസിയർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ അതിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടത്താവൂലേ നല്ലത്? അതെ, അത് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം. ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് ലണ്ടൻ ബേസ്ഡ് പ്രോപ്പർട്ടി എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കണമെന്നില്ല. ആ ഗ്രൂപ്പ് ആയാലും മതി. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചും കൂടി എളുപ്പം. ലണ്ടൻ അങ്ങനെ പക്കാ സ്പെസിഫിക് ആയിട്ട് ഈസ്റ്റ് ലണ്ടൻ ഒന്നും ഇട്ടിട്ടില്ല നമ്മള്. നമുക്ക് കൂടുതൽ കിട്ടുന്ന പ്രോപ്പർട്ടീസ് ഈസ്റ്റ് ലണ്ടൻ ആയതുകൊണ്ട് അത്ര മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ സെയിം ഗ്രൂപ്പ് തന്നെ ആക്കേണ്ട കാര്യമേ ഉള്ളൂ, വേറെ ഗ്രൂപ്പ് തുടങ്ങേണ്ട കാര്യമില്ല. അൻസൽ എവിടുന്ന് വരുവാ? യൂണി ഈ നേരത്തോ? അവിടെ എത്ര മണിയായി? 7:30. ഇപ്പൊ എന്ത് ക്ലാസ് എന്തെങ്കിലും കഴിഞ്ഞാണോ? 4 മണി ക്ലാസ് കഴിഞ്ഞു. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ ലൈബ്രറിയിൽ ഇരുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കാണോ യൂണി വർക്കാണോ? യൂണി വർക്കും ഉണ്ടായിരുന്നു, പിന്നെ എനിക്കൊരു ഓഫർ ബിൽഡ് ചെയ്യാനുണ്ടായിരുന്നു. മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഡ്രെയിൻ്റെ, അപ്പൊ അത് ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. മറ്റേ എന്താണ്, ഞാൻ അതേ കണക്ക് ദുബായ് ബേസ് ചെയ്ത് ഞാനൊരു പരിപാടി തുടങ്ങാൻ നേരത്തെ ആ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ക്ലയൻസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇവൻസിനൊക്കെ പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ക്ലയൻറ്റ് എല്ലാം സോർട്ട് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വാട്ട് സോർട്ട് ഓഫ് സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത് എന്നൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അതായത് നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണോ, അസിസ്റ്റ് ചെയ്യുന്നതാണോ, ഡൺ ഫോർ യു ആണോ എന്നുള്ള ഒന്ന് ക്ലാരിഫൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ അതേ കണക്ക് ഈ ഓരോ ബിസിനസ്സുകൾക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടിക്കൊടുക്കാനായിട്ട് പല ആൾക്കാരും ബിസിനസ് നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞാൻ അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴും അവർക്കൊരു ക്ലാരിറ്റി തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് നിങ്ങളൊപ്പം ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഞങ്ങൾ കണ്ടന്റ് ഇട്ട് തരും, ആ ഒരു ഇതിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ക്ലയൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് നല്ല രീതിയിൽ അവർക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അവരെയും നമുക്ക് ക്ലയൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായില്ല? എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അവർക്ക് ഓൾറെഡി ക്ലയൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഓരോ കമ്മ്യൂണിറ്റീസ് എന്തൊക്കെയോ റിലേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ജസ്റ്റ് ഒരു സിംഗിൾ ഓഫറൊക്കെ ഉള്ളൂ. അവർക്ക് ഒന്നും നത്തിങ്, ദേ ഡോണ്ട് നോ ക്ലിയർ ആയിട്ട്. കാരണം നമ്മൾ ചോദിച്ച എൻ്റെ അടുത്ത് ഒരാൾ ആൻസർ പറയുമ്പോൾ നമുക്കറിയാം അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ക്ലയൻസ് ഉണ്ട്, അവർക്കെല്ലാം പെയ്ഡ് ക്ലയൻസ് തന്നെയുണ്ട്. അതേ കണക്ക് ഫിറ്റ്നസ് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ വന്നവരല്ല, വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് സെയിം തിങ് ക്ലയൻസ് വരുന്നത് സിംഗിൾ ഓഫറാണ്. അവർക്കും ഓഫർ അവർക്ക് കൂടുതൽ ചാർജ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണ്. വളരെ ചെറിയ എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നത്, 30 പൗണ്ടൊക്കെ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം അതും സിംഗിൾ ഓഫർ. അതെ അതെ. അപ്പം എനിക്കറിയില്ല അവർക്ക് എന്താ പറയുക, നമ്മൾ ഹെൽപ്പ് ചെയ്താലും അവർക്ക് എത്രമാത്രം സപ്പോർട്ട് വേണം എന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് അതിനനുസരിച്ച്, കാരണം എന്താ പറയുക, അവർക്കറിയില്ല അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ആ ഒരു സ്റ്റേജിൽ നിൽക്കും അവർ. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ചോദ്യം, നമുക്ക് ഇത്രയും ക്ലയൻസ് കയറി വരാൻ നേരത്താ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മളൊരു SOP മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ വി ഫൈൻഡ് ഔട്ട് സമ്മൺ ഹൂ ക്യാൻ ഹെൽപ്പ് അസ് ഇംപ്ലിമെൻറ്റ് ദീസ്, നമ്മൾ ആക്റ്റീവ്ലി ചെയ്യാനല്ലാതെ. അപ്പം അത് അൻസൽ നോക്കിയാൽ ഈസിലി കാര്യങ്ങൾ നടക്കും. അറിയാമല്ലോ, കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് അറിയാമല്ലോ. നമുക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ആൾ മതി. പിന്നെ വൺസ് എ വീക്ക് സൂം കോളിൽ കയറി സോർട്ടാക്കി കൊടുക്കാം. എല്ലാം ബിസിനസ് ഓണേഴ്സ് ആണല്ലോ, നമുക്ക് എങ്ങനെ വന്നാലും റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ആക്ച്വലി ചെയ്യിപ്പിക്കാനായിട്ട് ആൾ വേണം. ആ ഒരു, കാരണം എല്ലാം കൂടെ ചെയ്യൽ നടക്കത്തില്ല. കാരണം അത്രമാത്രം ക്ലയൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കേണ്ടി വരും. അപ്പം നമുക്ക് UK നിന്ന് ആരെങ്കിലും ഉണ്ടോ, നാട്ടിൽ നിന്നാണോ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത്? എന്തായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? പക്ഷെ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക്
ഇപ്പം അൻസലിൻ്റെ അടുത്താണെങ്കിലും സാലിയുടെ അടുത്താണെങ്കിലും നമുക്കിപ്പോൾ ഉള്ള പല വർക്കും ഞാൻ പറഞ്ഞു തന്നാലും ചില നേരം നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനറിയാം. അപ്പം അങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ പാടാം. പറഞ്ഞു കൊടുക്കുന്നത് മാത്രം ചെയ്യുന്ന ചില ആക്ഷൻസ് ഉണ്ട്. ചില ആക്ഷൻസ് ദേ വിൽ കം ബാക്ക് ടു us, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട്. മനസ്സിലായില്ലേ? അത് അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ക്ലയൻസ് എടുത്തു കഴിഞ്ഞാൽ പൈസ കയറും അക്കൗണ്ടിൽ, പക്ഷേ മെനക്കേടാ. മനസ്സിലായില്ലേ? അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ സമയമെല്ലാം പോകും. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വെപ്രാളോ എങ്ങനെയെങ്കിലും സെറ്റാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടേ അവർക്കറിയത്തില്ല അവർക്ക് എത്രമാത്രം ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ മുട്ടി നിൽക്കുക ഇപ്പം റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ നാക്കിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ വന്ന് നിൽക്കുക. പക്ഷേ എത്രയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കാനാ, എത്രയെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഭയങ്കര സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. ഇവിടെ നല്ല മാർക്കറ്റാണ് ഇവിടെ UAE മാർക്കറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ബിഗിനേഴ്സിനും അതേ കണക്ക് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനും കൂടെ വേണ്ടിയിട്ട് 2 വേറെ ഇവൻ്റ് പോലെ നടത്തുന്നുണ്ട്. ഞാൻ ഒരു November 30 പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് അവര് പക്ഷെ അതിന് മുന്നേ പോകുമെന്ന്. നിങ്ങൾ എന്നായിരുന്നു പോകുന്നത്? സഹല് മ്യൂട്ട് അല്ല, പക്ഷെ എന്നാലും സൗണ്ട് കേൾക്കുന്നില്ല. 29th അല്ലേ? ഓക്കെ. അല്ല ഞാൻ 30th ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞു. ഒരു വീക്കെൻഡാ 30th, അതുകൊണ്ടാണ് ഞാൻ പിന്നെ 30th ഞാൻ എസ്റ്റിമേറ്റഡ് ഡേറ്റ് പറഞ്ഞത്. 10ാം തീയതി എനിക്കിവിടെ കൺഫർമേഷൻ കിട്ടുള്ളൂ. 10ാം തീയതി ഒന്നും കഴിയണ്ട. നമുക്ക് എപ്പോൾ വരാൻ തോന്നിക്കുന്നു അപ്പോൾ നമുക്ക് വരാൻ പറ്റും. എന്താണെങ്കിലും സ്റ്റിൽ എപ്പോൾ വരാണെങ്കിലും നമുക്ക് വരാൻ പറ്റുമല്ലോ. ആ സാലി ഇപ്പൊ റെഡിയായി. സൗണ്ട് ഇപ്പൊ റെഡിയായി. സഹൽ കേൾക്കുന്നുണ്ട്? സഹൽ ഹലോ. ഇപ്പൊ കേക്കാം. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല തോന്നുന്നു. ഇല്ല, കേട്ടിട്ടില്ല. ഡേറ്റ് പിന്നെ അമീൻ ബ്രോനോട് കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് സെറ്റ് ആക്കണം എന്നാ പറഞ്ഞത്. അമീനോ? ഹഫീസ് മൂപ്പര് നാട്ടില് തിരക്കാന്ന് തോന്നുന്നു. മെസ്സേജ് അയച്ചിട്ട് 2 days ഒക്കെ കഴിഞ്ഞിട്ട് റിപ്ലൈ വരുന്നത്. പുള്ളി തിരക്കാണ്. നാട്ടിൽ കുറെ നാൾ കഴിഞ്ഞ് പോകുന്നതല്ലേ. അല്ല അൻസൽ, അതേ കണക്ക് 10ാം തീയതി കഴിഞ്ഞാലുവേ ഈ 10ാം തീയതി കഴിഞ്ഞൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ശരിയായില്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ 10ാം തീയതി കഴിയണമെന്നില്ല. അത് വേണം ഇപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. 10ാം തീയതി കാത്തിക്കേണ്ട കാര്യമില്ല അതിനെ. മനസ്സിലായാൻ പറഞ്ഞത്? 10ാം തീയതിക്ക് മുന്നേ മറ്റേത് റെഡി ആയില്ലെങ്കിൽ വേറെ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ. അത് ഡിസൈഡ് ചെയ്യാൻ 10ാം തീയതി ആവേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യാവുന്ന കാര്യം അത്. ഇപ്പൊ തന്നെ പറയാം 10ാം തീയതി കഴിഞ്ഞിട്ട് ആയില്ലെങ്കിൽ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. പിന്നെ എന്തിനാ 10ാം തീയതി വെയിറ്റ് ചെയ്യുന്ന? മനസ്സിലായില്ലേ? 10ാം തീയതി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ചെയ്യണമെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം. അല്ലാതെ ആ ഡേറ്റ് ആയാലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ. എന്താന്ന് വെച്ചാ ഞാൻ 25th കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ പോകും. പിന്നെ ചെയ്യാം. ഞാൻ നാളെ തൊട്ട് നാളെയാണോ പോഡ്കാസ്റ്റ് ഉണ്ട്. ബുധനാഴ്ച. അതെ, ബുധനാഴ്ച ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആരാണെന്ന് എനിക്കും അറിയില്ല. പോഡ്കാസ്റ്റിന് വിളിച്ചു, ജസ്റ്റ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ പരിചയമില്ല. നിങ്ങളുണ്ടല്ലോ പോഡ്കാസ്റ്റ്. അതെ, എനിക്കിത് വരാം. ഓക്കെ. ഇത് അതെ. സാലി എവിടെയാ? അരമണിക്കൂറാ? അതെവിടെ നിൽക്കുന്നത്? ബർമിംഗം നിന്ന് പോവാണോ? ഓക്കെ. അവിടെ എത്ര മണി? 7:30 8 മണിയായില്ലേ?
F754. ഓക്കെ ഓക്കെ. എനിക്ക് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കണം. ഞാൻ ഉടനെ അങ്ങ് എത്തും, പേടിക്കണ്ട. അതല്ല എന്നെ കൺവിൻസ് ചെയ്തല്ലോ, സാലിക്ക കൂടെ കൺവിൻസ് ചെയ്യണം. അല്ല സാലി, അതല്ല കൺവിൻസ് ചെയ്യണമെന്നില്ലേ, ഞാൻ വരെ. അതല്ല, നമ്മൾ എന്നാ ഇപ്പോഴേ അതിന്റെ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചുകൂടെ നിൽക്കുക. ഞാൻ ഓൾറെഡി വിസിറ്റിംഗ് വിസിക്ക് ഓർഡർ ചെയ്യാൻ മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്കാ നീ ഇവിടെ യൂണിയൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ, നീ പഠിച്ചോണ്ടിരുന്നാ മതി. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വിസിറ്റിംഗ് വിസിക്ക് ഓൾറെഡി എനിക്ക് ഡീറ്റെയിൽ അയച്ചത് ഞാൻ മെസ്സേജ് അയച്ചു. നോ വേ ബ്രോ, ബ്രോ ബിട്രേഡ് മീ. അതെ പിന്നെ അഞ്ചലിന് പിന്നെ ഇതല്ലേ വേണ്ടോ, ഓണറേബിളല്ലേ വേണ്ടോ? അല്ലല്ല, ഓൺ അറൈവൽ അല്ല, നമുക്ക് സ്റ്റിൽ അത് എടുക്കണം, വിസ എടുക്കണം. അല്ല ഞാനിട്ട് ഈ പ്രാവശ്യം പോയപ്പോ ഓണറേബിളാണല്ലോ. അല്ലല്ല, ദുബൈക്ക് ഓൺ അറൈവൽ ഇല്ല, അത് നമുക്ക് ഇല്ലില്ല, ഓൺ അറൈവൽ ഇല്ല. ഇല്ല, ഞാൻ അങ്ങനെയാണ് പോയത്. 26 പൗണ്ട്സ് പേ ചെയ്തിട്ട് അവിടെ എത്തിയപ്പോ. ദുബൈയിലാ? ഒന്നും എടുത്ത് ദുബൈയില് അതുണ്ട്. UK എന്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ UK വിസ ഉണ്ടെങ്കിൽ 6 months വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഓണറേബിൾ കിട്ടും. ഞാൻ അങ്ങനെയാണ് പോയത്. PRP ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് വരാൻ പറ്റുമോ? കൂളായിട്ട് നമുക്കിപ്പോ മറ്റേ ഇതില് കിട്ടുന്നുണ്ടല്ലോ ഓൺലൈനില്. ഒന്ന് നോക്കി നോക്ക്. ഈസി, അഞ്ചലിനൊന്നും ചിന്തിക്കാൻ പോലില്ല. അല്ല, എനിക്ക് UK ബേസ്ഡ് BRP സ്പൗസ് വിസയിലായിരുന്ന സമയത്താണ് ഞാൻ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ദുബായി പോയത് 2024. അപ്പം എനിക്കറിയില്ല, ചിലപ്പം അങ്ങനെ മതിയായിരിക്കും. ഞാൻ അങ്ങനെ അറിഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ അത് നോക്കി നോക്ക്. നമ്മള് 3 ഫ്രണ്ട്സ് ആണ് അറിഞ്ഞത്. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? ടേം ടൈമിൽ പോവാൻ പറ്റില്ല. ടേം ടൈമിൽ സുമാർ കൺട്രി യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോണ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രശ്നമുള്ളൂ. അല്ല, യൂണി അങ്ങനെ പോകുമ്പോ എന്തെങ്കിലും കാണിക്കണം. ലൈക്ക് വീൽ ഹാവ് ടു ഷോ ദം ദാറ്റ് എന്തെങ്കിലും മെഡിക്കലോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഓക്കെയാണ്. ദുബായിലോ? ഹീത്രോയിൽ സീനുണ്ടോ? ദുബായില് ഡോക്ടർ മോനെ കാണാൻ പോണെന്ന് പറഞ്ഞാൽ ഹീത്രോയില് എൻട്രി ചെയ്യുമ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന ഗാറ്റ്വിക്ക് അവിടെ നിന്നൊക്കെ പോകാം. ഞാനും ബാച്ചിലേഴ്സ്, ഞാനും ശരിയാണല്ലോ. ചെയ്യത്തില്ലല്ലോ നമ്മള്. അത് ആരെങ്കിലും എന്തെങ്കിലും ഭയങ്കര എമർജൻസി ആയിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മതി, പോകേണ്ടി വന്നു എന്നുള്ള രീതിക്ക് സംസാരിക്കേണ്ടി വരും. ലെറ്റർ എഴുതി കൊടുക്കുക, ഡോക്ടർ അല്ലേ? ഞാൻ എവിടാ? ഞാൻ ദുബൈയിൽ വെക്കുക. ദുബൈയിൽ നിന്ന് എന്ത് ഡോക്ടർ? ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വരാൻ എന്നെ കാണാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ദുബൈയിലെ ഡോക്ടറല്ല. ലെറ്റർ പാഡ് അഞ്ചലുണ്ടാക്കാനാണോ വലിയ ബുദ്ധിമുട്ട്? അല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി, ലൈക്ക് നമ്മളെ ഫാമിലി ഡോക്ടറാണെന്ന് പറഞ്ഞാൽ പോരെ. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും ഇക്കാനെയാണ് കാണിക്കുന്നത്, വേറെ ആരെയും കാണിക്കാറില്ല, അങ്ങനെ പറയാം. അതിനിപ്പം നമുക്ക് നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലെറ്റർ പാഡ് ഉണ്ട്. ആദ്യം ഒരു ലെറ്റർ അടിച്ചാൽ നാട്ടിലത്തേക്ക് UK ടു ദുബായ് ടിക്കറ്റ് എടുക്കണം. ദുബായ് ടു ഇന്ത്യ ഒരു ഡമ്മി ടിക്കറ്റ് എടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞ്. അപ്പം ഇന്ത്യയിലാ പോകുന്നതെന്ന് പറഞ്ഞാൽ പോരെ. രസമുണ്ട്. ഞാൻ യൂട്യൂബിൽ വന്നിരുന്നു ഇതൊക്കെ പറയാം, ആരൊക്കെ ഇനി എന്തൊക്കെ കട്ട് ചെയ്തെടുത്ത് പണിയിറന്ന് ക്ലിപ്പ് ചെയ്താലും നമുക്കൊരു കുഴപ്പമില്ല. എന്താന്ന് വെച്ചാ ചേട്ടാ. പിന്നെ ഇന്നലെ വോയിസ് ഇട്ടില്ലേ മറ്റേ ക്ലീനിങ് കമ്പനിയുടെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ ലോഗോ അതിനൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നും സ്പെൻഡ് ചെയ്യണ്ട, നത്തിങ്. ഏതെങ്കിലും ഒരു ക്ലയന്റിന് അടുത്ത് അക്കൗണ്ടിൽ കാശ് കയറ്റി പിന്നെ ലോഗോ ഒക്കെ സെറ്റ് ആക്കാം. ഇപ്പൊ മറ്റേ കഴിഞ്ഞാഴ്ച ആരാണ്? സൂര്യ മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പില് കോമ്പറ്റീഷൻ ആണല്ലോ ഇപ്പൊ. നിങ്ങള് ക്ലീനിങ് കമ്പനിയൊക്കെ തുടങ്ങാൻ നേരത്തെ ജസ്റ്റ് ഫേസ്ബുക്ക് മാർക്കറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക, ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലീനിങ് കമ്പനീസ് ഏതെങ്കിലും സെല്ല് ചെയ്യാനുണ്ടോയെന്ന്.
ഓക്കെ. മനസ്സിലായില്ല? അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ വിചാരിക്കുന്ന ഫസ്റ്റ് ഇപ്പൊ ഇന്ന് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് 3 ഡേയ്സിനേക്ക് എന്റെ പാർട്ട്ണർ. അപ്പോ നമ്മളെ ക്ലബിൽ ആയിരിക്കും 2 എയർബിഎൻബി ഫസ്റ്റ് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നു. എന്നിട്ട് അവരെ റിവ്യൂ കൂടി കിട്ടിട്ട് എന്നാൽ തന്നെയാണ് നോർമൽ ക്ലീൻ ചെയ്ത ക്ലീൻ ആവുക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലൊക്കേഷൻ ഫിക്സ് ചെയ്തോ? ഫസ്റ്റ് ലണ്ടൻ. അല്ല, ലണ്ടൻ എന്ന് പറയുമ്പോൾ ഏത് ഭാഗമോ? ലണ്ടന് ഇവിടെ പിന്നെ നമ്മൾ ഏത് വെസ്റ്റ് അല്ല, ഇവിടെ വൈറ്റാപ്പല് അതേപോലെ സെൻട്രൽ ലണ്ടൻ ആ ഏരിയ. ഡീപ് ക്ലീനിങ് ആണോ? ഏതും എല്ലാ ക്ലീനിങ്ങും. അല്ല, അപ്പം റെസിഡൻഷ്യൽ ഹോംസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? പിന്നെ ഏത് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ്ങിലായിക്കൊണ്ട് നമ്മൾ അങ്ങനെ പതിയെ തുടങ്ങാന്ന് വിചാരിച്ചു. ഫസ്റ്റ് കുറച്ച് നോർമൽ ക്ലീനിങ് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് നോക്ക്. നമ്മളെ ഇൻഡീഡ് ടോട്ടൽ ജോബ്സ് അല്ലേ, അതിനകത്ത് കയറി ക്ലീനിങ് വർക്ക്സ് എക്സ്പെക്ട് ചെയ്യുന്ന കമ്പനീസ് ഇട്ടിട്ടുണ്ടായിരിക്കും, ക്ലീനിങ് ജോബ്സ്. അതിൽ കയറിയിട്ട് നമ്മൾ ക്ലീനിങ് കമ്പനിയാണ് എന്ന് പറഞ്ഞ് റീച്ച് ഔട്ട് ചെയ്ത് നോക്കി നോക്ക്. ഇൻഡീഡും ടോട്ടൽ ജോബും. പിന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, എയർ ടാസ്കർ എന്ന് പറഞ്ഞിട്ട്. എന്താ നമുക്ക് നമ്മളെ തന്നെ അതിൽ ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ലിസ്റ്റ് ചെയ്യാം, നമ്മളെന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാട്ടിലുണ്ടെങ്കിൽ നമ്മളെ റീച്ച് ഔട്ട് ചെയ്യും. ഞാൻ മറ്റേ വിൻഡോ ക്ലീനിങ് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പേര് സെറ്റ് ആയോ കമ്പനി? പേര് സെറ്റ് ആയിട്ടില്ല, ഏകദേശം ആയ പോലെ ഉണ്ട്. എന്താ നീ പേര് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഒരു അടിപൊളി പേരുണ്ട്, എന്താ സജസ്റ്റ് ചെയ്യുന്നാലും മെസ്സേജ് അയക്കാൻ. മല്ലു ക്ലീനേഴ്സ് വിത്ത് ഐജി ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. എന്താ നിങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായതാ? അല്ല, ഞാൻ ഡൊമൈൻ മേടിച്ചിട്ടൊക്കെയോ വേണമെങ്കിൽ പറഞ്ഞത്. മറച്ചു വയ്ക്കാനുള്ള പരിപാടിയാ ഡൊമൈൻ. പിന്നെ എനിക്കിപ്പോ 8:30 ഒരു വ്യൂയിങ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഒരു 20K ഒരു ഇൻവെസ്റ്റർ സെറ്റ് ആയി. അതാണ് ഞാൻ വെയിറ്റിംഗ് ഉണ്ട് പറഞ്ഞു മോനോട്. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനാ? ഫ്ലിപ്പിങ്ങിന്. ഓക്കെ ഓക്കെ. 20K. നമ്മൾ യൂഷ്വലി ചോദിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ, ID പ്രൂഫ് കാര്യങ്ങൾ. ഇത് കണക്ക് ആ ഫണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യാൻ നോക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ. പിന്നെ ലാസ്റ്റ് 2 വീഡിയോ മോന്റെ കൂടെയുള്ള വീഡിയോ കണ്ടപ്പോ കുറച്ച് ബമ്പായി കാണും. നമ്മൾ ഒരു വീഡിയോ കൂടി മോന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ എഡിറ്ററിന്റെ കൊടുത്തേക്ക് കിട്ടാൻ വെയിറ്റ് ചെയ്യാം. മറ്റേത് ഞാൻ റോ ആയിട്ടല്ലേ ഇട്ടത്, ഇത് ഞാൻ എഡിറ്ററിന്റെ കൊടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട്. ഷെഫീഖയുടെ കാര്യം അറിഞ്ഞായിരുന്നോ? ഷെഫീഖയുടെ പ്രോപ്പർട്ടിയിൽ ഒരാൾ വന്ന് ഫുള്ള് ഡാമേജ് ചെയ്തിട്ട് പോയ കാര്യം. 3 TV ഒക്കെ അടിച്ചു പൊട്ടിച്ചോ? 3 TV അടിച്ചു പൊട്ടിച്ചത് ഫുള്ള്. അതായത് ഹാലോവീൻ എൻജോയ് ചെയ്താണ് ആരോ വന്നിട്ട്. എയർബിഎൻബി കൂടെ എന്നാണോ ബുക്കിംഗ് വന്നത്? എന്റെ അമ്മോ, അതാ ഞാൻ ഇക്കാലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ മറ്റേ ചാനൽ മാനേജർ സെറ്റ് ആക്കിട്ട് മറ്റേ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യണം എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഡെപ്പോസിറ്റേ ഇല്ല, ഒന്നുമില്ല. ഗസ്റ്റിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും രീതിയില്? ഗസ്റ്റ് ആരാണ്, എന്ത് ഡീറ്റെയിൽസ് ഒക്കെ അറിയാവോ ഗസ്റ്റിനെ? ആകെ നമ്പറും ഉണ്ട്, പേരും ഉണ്ട്. booking.com പേര്, വേറെ ഒന്നുമില്ല. അപ്പൊ ഒന്നുമില്ല, കാശ് പോയല്ലോ. അപ്പം പോയി. പോലീസിനെ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നു, പക്ഷെ ഉപയോഗമൊന്നുമില്ല. കാരണം ID ഡോക്യുമെന്റ് പോലും ഇല്ല. കാരണം Airbnb booking.com ഫേക്ക് നെയിം ഇട്ടിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. എയർബിഎൻബിയിൽ അത് അധികം നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇക്ക എന്റെ അടുത്ത് പറയാണ്, പിന്നെ ബാക്ക് ഡോർ ത്രൂ കയറാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ബാക്ക് ഡോർ ഇപ്പൊ ക്യാമറ വെച്ചില്ലെന്ന് പറഞ്ഞപ്പം ഇല്ല, ക്യാമറ വെച്ചില്ലായിരുന്നു പറഞ്ഞു. അതായത് മുന്നേ ഫ്രണ്ടിൽ കൂടെ കേറിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ബാക്കിൽ കൂടെ കയറി. എന്റെ അമ്മോ, പണി കിട്ടിയല്ലോ. പണി കിട്ടി, നല്ല റീലായിട്ടുണ്ട്. മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ട് കണ്ടാ മതി എന്ന് പറ. നല്ല രീതിയിൽ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ എടുക്കാൻ പറ. ഞാൻ പറഞ്ഞു ഇനി ബാക്കിയുള്ള എല്ലാം അങ്ങ് ചെയ്താൽ മതി, ഇനി അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇനി മാർക്കറ്റിംഗ് കോസ്റ്റ് വേറെ കാര്യം ചെയ്യും. TV ഇപ്പൊ പൊട്ടിയിരിക്കുവാണെങ്കിൽ പുള്ളി ഒരു വടിയായിട്ട് പോകണം. ആ വടിയെടുത്ത് പുള്ളി അടിച്ചു പൊട്ടിക്കണം. അതായിരിക്കണം ഫസ്റ്റ് ഹുക്ക്. എന്തായാലും പൊട്ടിയിരിക്കുമല്ലേ, എന്നാ പിന്നെ ഒന്നും കൂടെ അടിച്ചു പൊട്ടിച്ചേക്കാം. എന്നിട്ട് നല്ല വീഡിയോ കിട്ടും. ഇൻസ്റ്റഗ്രാം വീഡിയോക്കുള്ള ഹുക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവർക്കും. ഓക്കെ,
ഇനി എന്താണ് പരിപാടി? എനിക്ക് 12 മണിയായി. എല്ലാ ദിവസവും ഞാനിപ്പോൾ വന്ന് ഉച്ചയ്ക്കാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. അത് കാരണം കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് പോയാൽ കുറച്ചും കൂടെ മോട്ടിവേഷൻ തരാനുണ്ട് എനിക്ക്. എനിക്ക് ആരും ഇല്ലാത്തോണ്ടേ അങ്ങോട്ട് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാരും ഡ്രോപ്പ് ഔട്ട് ആക്കാൻ നിൽക്കുക. അല്ല, അവസാനം എനിക്കെല്ലാം കൂടെ പണി വരില്ല. എല്ലാരും കൂടെ നിർത്തി ദുബൈക്ക് ചാടി. ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അവിടുന്ന് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് വരിക. അവിടെ സെറ്റ് ആക്കണം. പ്രോപ്പർട്ടിയുടെ അല്ല ഞാൻ അറ്റ് ദ മൊമെന്റ് നോക്കുന്നത്. പ്രോപ്പർട്ടിയുടെ ഇത് ചെയ്യാൻ നല്ലൊരു ഇത് വന്നിട്ടുണ്ട്, പക്ഷെ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. നമുക്ക് വില്ലാസ് ടു സ്റ്റുഡിയോസ് കൺവേർഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഞാൻ കണ്ടായിരുന്നു. നമ്മളൊരു ലൊക്കേഷനിൽ ഒരു മലയാളിയാണ് ചെയ്യുന്നത്. അവരൊരു 6 ബെഡ്റൂം വില്ല എടുത്ത് 5 or 6 സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഓരോന്ന് സെപ്പറേറ്റർ റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് വലുതാ, നല്ല കൂടുതലാണ്. കാരണം അകത്ത് പാർട്ടീഷൻ ചെയ്യണം, ബാത്റൂം അറ്റാച്ച് ചെയ്യണം, കിച്ചണറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ആ പ്രോപ്പർട്ടിക്ക് വേണ്ടിയുള്ള ഡെപ്പോസിറ്റും റെന്റും റീഫർബ് കോസ്റ്റും കൈ കരുതണം. ബിഗ് ഇൻവെസ്റ്റ്മെന്റ്. ഓ അല്ല, അത് ഡിപ്പെൻഡ് ചെയ്യും ലൊക്കേഷൻസ് വെച്ച്. ഇപ്പം ഒരു വില്ലയുടെ റെന്റ് ഒരു മാസത്തേക്ക് വില്ലയുടെ റെന്റ് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ആണെങ്കിൽ ഒരു വർഷത്തെ റെന്റും അത് കണക്ക് അതൊന്നിച്ച് കൊടുക്കണം. ടോട്ടൽ അതിൻ്റെ ഒരു 10% ഡെപ്പോസിറ്റ് ഇടണം. പിന്നെ റീഫർബ് കോസ്റ്റ് ആ ഒരു വർഷത്തെ റെന്റിന്റെ സെയിം എമൗണ്ട് തന്നെയാവും ഓൾമോസ്റ്റ്. പിന്നെ പക്ഷെ മന്ത്ലി കിട്ടുന്ന പ്രോഫിറ്റ് റെന്റ് എത്ര കിട്ടുന്നോ സെയിം എമൗണ്ട് തന്നെ പ്രോഫിറ്റ് ആയിട്ടും വരുന്നുണ്ട് നെറ്റ്. അതുകൊണ്ട് നല്ല മാർജിനാ. പിന്നെ ബ്രോ ഇത് എനിക്ക് ഒരു ക്ലയന്റ് വന്നിരുന്നു ഇതേമാതിരി ദുബായില്. അവര് നോക്കിയിരുന്നു. അപ്പൊ ഈ എയർബിഎൻബി ഇപ്പോ ദുബായ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് റീൽസ് ആവുകൊണ്ടേ കുറെ ആൾക്കാർ വന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഒരു ടീമിന് അങ്ങനെ പണി കിട്ടി എന്ന് പറഞ്ഞ രീതിക്ക് സംസാരിച്ചിരുന്നു. എന്ത് പണി മീൻസ് എന്താ ചെക്കിങ് വന്ന് അപ്പൊ കുറച്ച് മൾട്ടിപ്പിൾ ഫാമിലീസ് ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ ചെക്കിങ് വന്ന് അങ്ങനെ ഫൈന് കിട്ടി. ഞാൻ പറഞ്ഞത് ലീഗലായിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു. മറ്റേത് മോസ്റ്റ് ലൈക്ലി ബെഡ് സ്പേസ് ഒക്കെ ആയിരിക്കും. ബെഡ് സ്പേസ് അവര് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ അല്ല, അത് ബ്രോ ഫ്ലാറ്റ് എടുത്ത് ഫ്ലാറ്റ് ചെയ്യുന്നതാണ്. ഇത് വില്ല എടുത്തിട്ട് പ്രോപ്പർ സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മറ്റേത് ബെഡ് സ്പേസ് ആയിട്ട് മറ്റേ ഇടിച്ചിടിച്ച് കയറ്റും. നമ്മളിവിടെ മറ്റേ കട്ട് ചെയ്ത് റൂമാക്കുന്ന പരിപാടി. അത് പെർമിറ്റഡ് അല്ല. അത് ഈ റീസെന്റ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറിയായിരുന്നത്. അതാവും പറഞ്ഞിട്ടുണ്ടാവും. അതെ അത് നമ്മള് 2-3 പേര് എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു ദുബായിൽ. അവര് ഇതാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ സാലി പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ലേ, ഫ്ലാറ്റ് എടുത്ത് ബെഡ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അങ്ങനത്തെ 16 പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന ആളെ ഞാൻ നേരിട്ട് പോയി കണ്ടായിരുന്നു. അവർക്ക് അവിടെയൊക്കെ എന്റെ 2-3 കൂട്ടുകാരന്മാര് അവിടെ ഇത് ചെയ്യുന്നുണ്ട്. അവര് 5 പ്രോപ്പർട്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഇത് ഞാൻ പറഞ്ഞ അത് ലീഗലാണോ? അപ്പൊ ആ ലീഗലാ. ഞാൻ പറഞ്ഞ ഉറപ്പാണോ? അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൊക്കെ ചെയ്യും. അപ്പൊ മനസ്സിലായി ഇല്ലീഗലാണെന്ന്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദറിന് ഒരു 10 പ്രോപ്പർട്ടി ഉണ്ട് അവിടെ. യൂട്യൂബ് വീഡിയോ റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ട് ബ്രദറിന്റെ പേരൊന്നും ഇപ്പൊ പറയണ്ട. അതങ്ങനെ ഒരു ബീപ്പ് ഉണ്ടിട്ടെ. ഞാനത് മോനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അല്ലാതെ ഇങ്ങനത്തെ പ്രോപ്പർട്ടിയാന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഓക്കെ, എല്ലാരും ഉടനെ ഇങ്ങോട്ട് വരിക. സൂൺ നേരിട്ട് കാണാം. മറ്റേ ദുബായിത്തെ പ്രോപ്പർട്ടിക്ക് ഇൻവെസ്റ്റർ എന്തെങ്കിലും അവിടുന്ന് റീച്ച് ഔട്ട് ചെയ്തിരുന്നോ? ഇല്ല ബ്രോ, ഇവിടുന്ന് ആരും റീച്ച് ഔട്ട് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് തുടക്കത്തിലെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്പോട്ടിംഗ് ദം ബാക്ക്. ബിഗ്. അതെ, അതാണ് ഒരു ഇത്. ഇവർക്ക് കോൺട്രാക്ട് എന്നാ തീരുന്നത്? നമുക്ക് ഫെബ്രുവരി 28 ഫെബ്രുവരി. ഒരു
ഫെബ്രുവരി 28. ഇന്നിപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം ഉണ്ടല്ലേ? 3 മാസം ഉണ്ടാവും ഇനി. ഇനിയിപ്പോ അത് ബ്രോ, അപ്പോ അതിന്റെ 1 മാസത്തെ റെന്റിന് കുറക്കേണ്ടി വരില്ലേ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്? മനസ്സിലായില്ല. നമ്മളിപ്പോ ചെയ്തേക്കുന്നത് സ്റ്റേജിങ് പ്ലസ് സോഴ്സിംഗ് ഫീ ഹോൾ സെറ്റപ്പിന് 8,500 പ്ലസ് ഒരു 7,000 സംതിങ് ഇതാണ് വരുന്നത് നമുക്ക് 4 months റെന്റ്. അപ്പൊ ആ റെന്റിന് ഇനി ഇൻവെസ്റ്റർ റീച്ച് ഔട്ട് ചെയ്യുമ്പോ ഇനി നമുക്ക് ആ റെന്റ് കുറച്ച് പറയേണ്ടി വരില്ലേ? 16,000 എന്നുള്ളത് 15 or 14,900 ഒക്കെ ആവില്ലേ? കാരണം അടുത്ത മാസം കൂടെ റെന്റ് ആവുന്നു. ഓക്കെ, ടൈം കഴിയുന്നുണ്ടല്ലേ? അതെ അതെ അതെ, മനസ്സിലായി. ബ്രോ, ഇനി ഒരു വേഴ്സ്റ്റ് കേസ് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ലൈക്ക് വേഴ്സ്റ്റ് കേസ്, ഇത് അപ് ടു യു, ഒരു നിർബന്ധമില്ല. ഒരു ഞാൻ ഒരു 2 to 3 monthsലത്തേക്ക് ഞാൻ വേണമെങ്കിൽ ഒരാളെ വേണമെങ്കിൽ കയറ്റിത്തരാം. അപ്പം ആ കാശ് ബ്രോൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. ബേസിക്കലി ഒരു 6,000-7,000 pound ബ്രോൻ്റെ അക്കൗണ്ടിൽ കിടക്കും. ഇത് ലൈക്ക് ആദ്യമേ അങ്ങോട്ട് പോകാൻ ഞാൻ പറയത്തില്ല, വേഴ്സ്റ്റ് കേസ്. നമുക്ക് ഇനിയിപ്പോ എത്ര മന്താണ്? 3 month. 3 month. കാരണം ഞാൻ പറഞ്ഞത് ഫെബ്രുവരി 28 വരെ നിൽക്കാൻ പറ്റും അവർക്ക്. ഫെബ്രുവരി 28. അതൊക്കെ സീനൊന്നുമില്ല, അതൊക്കെ റെഡിയാക്കാം. ഓക്കെ ബ്രോ, അങ്ങനെ ആള് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയൂ. നമുക്ക് പ്ലസ് നമ്മള് അതിലിപ്പോ ഇൻവെസ്റ്റ് ചെയ്തതില് ഒരു 2,000 pounds എങ്ങാണ്ട് ഇതാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ആണ്. അത് നമുക്ക് തിരിച്ചു കിട്ടും. അത് നമ്മൾ ആർക്കാ ഏജന്റിനല്ലേ? അത് സീനില്ലായിരിക്കും. അത് ഏജന്റ് യൂഷ്വലി നമ്മൾ ആനുവൽ റെന്റിന്റെ 10% അല്ലായിരുന്നോ? അത് 115,000 dirhams. എത്രയാ ബ്രോ? 10%? 2,383. ഒരു 11,500 dirhams. അപ്പോഴത്തെ കണക്കനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ വരും. അപ്പോൾ ബ്രോയിന് അതും കിട്ടും. പ്ലസ് അത് കൂടാതെ അതിന്റെ മാർക്കറ്റ് വാല്യൂ റെന്റാ ഞാൻ പറഞ്ഞത് കേട്ടോ. മന്ത്ലി ബ്രോയിന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അതും വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. ബ്രോ അത് താല്പര്യം ഉണ്ടെങ്കിൽ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നാൽ മതി. അല്ല ബ്രോ, അത് എന്തായാലും നോക്കി വെക്കാം നമുക്ക് ബാക്കപ്പ് പ്ലാൻ ആയിട്ട്. ആണോ? വേഴ്സ്റ്റ് കേസ് ആയിട്ട്. അതെ. അതങ്ങനെ ആള് റീച്ച് ഔട്ട് ആവണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡിസൈഡ് ചെയ്ത് ബ്രോനോട് പറയാം. ഓക്കെ ബ്രോ, എൻ്റെ അടുത്ത് ഞാൻ ബ്രോവിന് വേണമെങ്കിൽ ബൈ ഒരു ഇന്നത്ര ഡേറ്റ്? ഇന്ന് 4-ാം തീയതി. ഞാനൊരു 15-ാം തീയതിക്ക് മുന്നേ കൺഫേം ആക്കി വേണമെങ്കിൽ ഞാൻ പറയാൻ പറ്റും. പക്ഷെ 15-ാം തീയതി ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, ബ്രോയും എൻ്റെ അടുത്തൊന്ന് പറയണം. ലൈക്ക് എന്താണ്, ഞാൻ വേണമെങ്കിൽ ഒരു വേറൊരു രീതിയിലും കൂടെ ട്രൈ ചെയ്യാം, അല്ലാതെ മൊത്തത്തിൽ കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബൈ November 15 ലേറ്റസ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ബ്രോ, ഇത് നമുക്കിപ്പോ ഒന്ന് റേറ്റ് ചവിട്ടിയാൽ നമുക്ക് ഡീല് പോവാം. നമ്മൾ തള്ളി വിടല്ല. ബട്ട് സ്റ്റിൽ ദുബായ് കൊണ്ട് എന്താ അറിയില്ല, നമുക്കിപ്പോഴും ബുക്കിംഗ്സ് വരുന്നുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി 6-7 days ബുക്കിംഗ്സ് ഇപ്പൊ തന്നെ ആയി ഈ മന്ത്. അത് കുറച്ചുകൂടി കഴിയുമ്പോ പിന്നെയും ബുക്ക്ഡ് ആവും. അപ്പോൾ ഒരു ഡൗട്ട്, ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ലോങ് ടേം ബുക്കിംഗ് കയറാൻ നേരത്തെ ഇപ്പോൾ ഉള്ള മാനേജ്മെന്റ് ടീമിന് കമ്മീഷൻ കൊടുക്കണ്ടേ? അവര് ഇതിപ്പോ ബ്രോ ലോങ് ടേം ആണെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ എന്തുള്ളൂ ഇപ്പൊ അവർക്ക് ചെയ്യാനൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ, നമുക്കൊന്നും മാനേജ് ചെയ്യാനൊന്നും. അല്ല, പക്ഷെ ബിൽസ് എല്ലാം അവന്മാരുടെ പേരിലാ ഇപ്പം. അവന്മാരുടെ പേരിലാണ്. അത് അവരോട് പറയേണ്ടി വരും. അത് കുഴപ്പമില്ല ബ്രോ, ഞാൻ വേണമെങ്കിൽ അത് ഞാൻ കിട്ടാക്കാനുള്ളത് ഞാൻ പറയണ്ട്, അവർക്ക് നോട്ടീസ് കൊടുക്കാം. കുഴപ്പമില്ല. നിങ്ങൾ എന്നാ പോണ ദുബായിലോട്ട്? പ്ലാൻ ചെയ്തിട്ടുണ്ടത് സഹൽ ബ്രോ, അത് പെട്ടെന്ന് റെഡി ആക്കണം. നിങ്ങൾ എന്നാ ഡേറ്റ്? നിങ്ങൾ 22 നിങ്ങൾ പറഞ്ഞത്? 22. ഓക്കെ. പിന്നെ നമുക്ക് വീക്കെൻഡ് നോക്കണ്ടല്ലോ. 27th അവിടെ പിന്നെ ഇതല്ലേ, പിന്നെ എന്താ അവരുടെ നാഷണൽ ഡേ തുടങ്ങുന്നതിന്റെ ഓഫാണെന്ന് പറയുന്ന കേട്ടോ. November 27? എനിക്കറിയില്ല, അറിയില്ല, ഞാൻ കേട്ടതാണ്. അപ്പൊ നമുക്ക് മോന്റെ മീറ്റപ്പ് നോക്കാനും വീക്കെൻഡ് ആവണമെന്നില്ലല്ലോ. 22 തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഒന്നിച്ച് പോയാൽ പോരെ എല്ലാവർക്കും പോകുമ്പോ? ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കുമ്പോ സാഹചര്യങ്ങൾക്ക് മെസ്സേജ് വിടാൻ ഞാൻ.
അഞ്ചൽ എന്തായി തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നിച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. അഞ്ചൽ ഐ ഡി പി ഒക്കെ എടുത്ത സെറ്റാണ്. ഇപ്രാവശ്യം പൊളിക്കണം. പ്രാവശ്യം പൊളിക്കും. വണ്ടി ഫിക്സ് ചെയ്തോ? വണ്ടി ഔറൂസ്. എനിക്ക് 720S എടുക്കണമെന്നുണ്ട്. 720S ആദ്യമേ എടുക്കണ്ട, 570 എടുത്താൽ പോരെ. എന്തിനാ 720 എടുത്തിട്ട്? എല്ലാം ഒരേ ഫീലൊക്കെ തന്നെയാ, വ്യത്യാസമുണ്ട്. എന്നാലും 720 എടുക്കുമ്പോഴും പ്രൈസിങ് എല്ലാം വ്യത്യാസം വരും. എന്തായാലും ചീപ്പാ കമ്പയർഡ് ടു UK. ഷാലി വണ്ടി ഫിക്സ് ചെയ്തോ? ഞാൻ ഉറുസ് എടുത്താലോ? ഉറുസ് ഞാൻ ഇവിടെ ഉറുസ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പറഞ്ഞു എന്തിനാ അവിടെ എടുക്കുന്നത്, ദുബായ് എടുത്താൽ പോലും. യുറുസ് ദുബായിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 730 പൗണ്ടാ പെർ ഡേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടുത്തെ നാട്ടിൽ ചീപ്പാ എന്തായാലും. നിങ്ങൾ ഏത് വണ്ടി എടുക്കാൻ? കൺഫേം ആക്കി ജീവാഗൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. ജീവാഗൺ ആണെങ്കിൽ ഒന്നും കൂടെ, ജീവാഗൺ 370 പൗണ്ട് പെർ ഡേ. അല്ല, ജീവാഗൻ അവിടെ എടുത്തു കഴിഞ്ഞാലേ അവിടെ മുക്കിലും മൂലയിലും മൊത്തം ജീവാഗണോ? നമ്മൾക്ക് ചിലപ്പോ നിങ്ങളത്ര ബഡ്ജറ്റ് ഉണ്ടാവില്ലല്ലോ സാലി. നിങ്ങൾ മൂന്ന് ഞങ്ങള് നിങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നുകൂടി തീരുമാനിക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞതാ, അല്ലാതെ നമ്മള് സിംഗിൾ ആയിട്ട് എടുക്കല്ല. മനസ്സിലായി. നമുക്ക് ഡെസേർട്ടിൽ പോകാം, മറ്റേ വണ്ടി ഇങ്ങനെ ഓടിച്ചോടിച്ചു. അല്ല, നിങ്ങള് കൺഫേം ആണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, എന്നിട്ട് ഏതായാലും ടിക്കറ്റ് ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കും. നല്ല പ്ലാൻ ആക്കാലോ. വരാൻ സാധ്യത കുറവുള്ള ആളാണ് ഗ്രൂപ്പ് ബുക്ക് ചെയ്യാനൊക്കെ മനസ്സിലായി. നമ്മളെ കൺഫേം ആണ് കേട്ടോ. അല്ല, ഞാൻ അൻസല് അഞ്ചലേ ഉള്ളു പ്രശ്നം. അനുസരിച്ച് ഞാനും സെയിം യൂണിയിലാ, ഞാനും ബാച്ചിലറാ. ഒരുമിച്ച് ട്രിപ്പ് എടുക്കാം. ഇല്ലല്ല, അത്ര ഇഷ്യൂ വരുന്നില്ല. ഞാൻ ഇപ്പൊ ഫ്രാൻസ് പോയി വന്നോളൂ. ഇപ്പൊ എന്നോട് ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല. രണ്ടുപേരും ഒരേ ഇതെടുത്ത ഇഷ്യൂ ലെറ്റർ എന്നിട്ട് പേര് മാറ്റി കൊടുത്താൽ ഇനിയിപ്പോ മിക്കവാറും അഞ്ചലിന്റെ പ്രശ്നം വരില്ല. പിന്നെ മിഥിലാജ് കൊറേ പ്രാവശ്യം പോയി കയറി ഇറങ്ങുന്നോണ്ട് പ്രശ്നം വരുമെന്ന് അറിയില്ല കേട്ടോ. അല്ലല്ല, ഞാൻ ഒരു ഒറ്റ അങ്ങനെ പ്രശ്നമാക്കലെടുത്തി. എന്തായാലും എല്ലാരെയും വന്നിട്ട് കാണാം. അപ്പൊ ഓക്കെ, ഞാൻ പോയി പൊറോട്ട ബീഫ് കഴിക്കട്ടെ. ടാറ്റ. ടാറ്റ. അസ്സലാമു അലൈക്കും.